ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് 2 സൺഡേ സിനിമയിലെ തുന്നി ചേർത്തൊരു വ്ളോഗാണ് കേട്ടോ. അപ്പം ഞങ്ങൾ സൺഡേസ് ആകുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ദിവസമായിരിക്കും. കാരണം എല്ലാവരും വീട്ടിൽ കാണും, ആർക്കും വർക്കൊന്നും കാണില്ലല്ലോ. അങ്ങനെ സൺഡേസ് എക്സൈറ്റഡ് ആവുമ്പോൾ ഓഫ് കോഴ്സ് സാറ്റർഡേസ് ലേറ്റ് നൈറ്റ് ആയിരിക്കും. അങ്ങനെ ഭയങ്കര ലേറ്റായിട്ട് ഇറങ്ങി സൺഡേ ലേറ്റായിട്ട് എഴുന്നേറ്റൊരു ദിവസമാണ് കേട്ടോ. പിന്നെ രാവിലെ എഴുന്നേറ്റ് ആർക്ക് കുക്ക് ചെയ്യാനൊരു വൈബൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും കൂടി പുറത്ത് പോയിട്ട് ഫുഡ് അടിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ട് നേരെ ഒരു ദോശക്കട നോക്കി വിടാണ് കേട്ടോ. ഞാൻ അത്ര വലിയ ദോശ ഫാൻ അല്ല എങ്കിലും മോർണിംഗിൽ ദോശ ഓക്കെയാണ്. മസാല ദോശ എനിക്ക് തീരെ ഇഷ്ടമല്ല. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ നല്ലൊരു വ്യൂ കണ്ടു കേട്ടോ. എനിക്ക് പിന്നെ താമരയും അമ്പലവും ഒക്കെ പണ്ടേ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് എവിടെ കണ്ടാലും ഞാൻ വണ്ടി തിത്തി ചാടി ഇറങ്ങാറുണ്ട്. അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് അവിടെ ബോട്ടിംഗ് ഉണ്ടെന്ന് മനസ്സിലായത്. പക്ഷേ നല്ല വെയിലുണ്ടായിരുന്ന കാരണം കൊണ്ട് ബോട്ടിങ്ങിന് ഇറങ്ങിയില്ല, മിസ്സായിപ്പോയി. പക്ഷേ നെക്സ്റ്റ് തവണ എന്തായാലും പിടിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബൈക്ക് വാഷിന് പോകാൻ കേട്ടോ. ഈ മഴ സമയമൊക്കെ ആയതുകൊണ്ട് എങ്ങനെ പുറത്തിറങ്ങിയാലും ചെളിയാവും, മൊത്തം ചെളിയാവും. കഴുകി എത്ര വൃത്തിയാക്കി വെച്ചിരുന്നാലും ഭയങ്കര ചെളിയാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴുകാനെ കൊണ്ടുകൊടുത്തിട്ട് ആ ഒരു വെയിറ്റിംഗ് ടൈമിൽ വന്നിട്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വാട്ടർമെലോൺ ജ്യൂസാണ് പറഞ്ഞത്. എനിക്ക് വാട്ടർമെലോൺ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ മിനിസോയിൽ പോയിട്ടോ. തൊട്ടടുത്താണ് മിനിസോ. ഇവിടെ ഹാരി പോട്ടറിന് എന്തോ ട്രെൻഡ് സെറ്റിംഗ് പോലെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എവിടെ നോക്കിയാലും ഹാരി പോട്ടർ ടോയ്സ്. ഞാൻ ഭയങ്കര ഹാരി പോട്ടർ ഭയങ്കര ഫാനാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അവിടെ തന്നെ പരതി ഇങ്ങനെ നിൽക്കുമായിരുന്നു, ഓരോന്നൊക്കെ എടുത്ത് വിലയൊക്കെ നോക്കി. പക്ഷേ വില കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റഡായി. അതെടുത്ത സാധനം തിരിച്ച് അവിടെ തന്നെ വെച്ചിട്ട് ആമസോണിൽ വല്ലതും ഓർഡർ ചെയ്യാമെന്നുള്ള പ്ലാനിൽ നേരെ തിരിച്ചു പോന്നു. അവിടെ നിന്ന് കുറച്ച് ടിഷ്യൂവും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ലുലുവിലെത്തി കേട്ടോ. അവിടെയും കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു, കുറച്ച് ബുക്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഫിലിം കണ്ടിട്ട് പോകാം. അപ്പം ആ ഒരു ടൈം തണ്ടർ ബോൾട്സ് ഇറങ്ങിയ ടൈമായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ മൂവിയുടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നോക്കിയപ്പോഴാണ് ഫോണിൽ ചാർജില്ല എന്നുള്ള സത്യം ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. പിന്നെ ചാർജിങ് ബോർഡ് കണ്ടുപിടിച്ചിട്ട് അവിടെ ഒന്ന് ചാർജൊക്കെ ചെയ്ത് ഞങ്ങൾ നേരെ ഫിലിമിൽ കയറി. കാരണം ടിക്കറ്റ് ഈ ഫോണിലെ മെസ്സേജിലാണ് വരുന്നത്. ഫോൺ ഓൺ അല്ലെങ്കിൽ മെസ്സേജ് കിട്ടത്തില്ല. വല്ലവിധനെ അത് ചാർജാക്കി ഞങ്ങൾ ഫിലിമൊക്കെ കണ്ട് തിരിച്ചിറങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ലുലുവിൽ എപ്പോൾ പോയാലും തിരക്കാം. അപ്പം ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി നേരെ KFCയിൽ പോയി. ഞാൻ ഗോൾഡ് ബർഗറാണ് കേട്ടോ പറഞ്ഞത്. നോർമൽ ബർഗറിനെക്കാട്ടി കുറച്ച് സ്പൈസി ആണെങ്കിലും ടേസ്റ്റ് വൈസ് ഓക്കെ ആയിരുന്നു കേട്ടോ. എന്നാലും എനിക്ക് നോർമൽ ബർഗറാണ് കുറച്ചുകൂടെ ഇഷ്ടമായത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹാംലീസിൽ പോയി ജസ്റ്റ് ഒന്ന് പർച്ചേസിങ് അല്ല, എന്നാലും എന്തൊക്കെയൊക്കെ വാങ്ങാനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. ബാറ്ററി വാങ്ങിയിട്ടാണ് തിരിച്ചു വന്നത്. അതിനുശേഷം മൗസിയിൽ പോയി നല്ല അടിപൊളി ആപ്പിൾ മിൽക്ക് ഷേക്ക് ആയിരുന്നു കേട്ടോ. വെയിറ്റ് ചെയ്ത് കുറേ നിന്നെങ്കിലും പക്ഷേ ഇത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ആ ഒരു വെയിറ്റിങ്ങിൻ്റെ ആ ഒരു മ്ലാനത അങ്ങ് പോയി കിട്ടി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, രാത്രിയായി. പിന്നെ ഫ്ലാറ്റെത്തി ഞങ്ങൾ ചെയിനൊക്കെ ലൂബ് ചെയ്തിട്ട് കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സിനിമയാണ്, പഴയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിങ്ങനെ കണ്ടിട്ട് അവിടെ തന്നെ അങ്ങ് മുഴുകിപ്പോയി. പിന്നെയാണ് ഓർത്ത് അയ്യോ ഇത് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അങ്ങനെ നേരെ കിച്ചണിൽ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റമാർട്ടിൽ നിന്ന്. അപ്പം അതൊക്കെ ഒന്ന് അതിൻ്റേതായ സ്ഥലങ്ങളിൽ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. എല്ലാം ഇരിക്കേണ്ടടുത്ത് ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാനൊരു മോട്ടിവേഷൻ വരും. അതല്ല ഇവിടെ ഇങ്ങനെ വാരി വലിഞ്ഞ് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കെല്ലാം അതിൻ്റേതായ സ്ഥാനത്ത് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഞാനെല്ലാം ആദ്യമേ തന്നെ അടുക്കി പറക്കി വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി ചിക്കൻ കുറച്ച് മാറിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഇന്ന് ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കാമെന്ന്. കൂട്ടത്തിൽ നല്ല തലവേദന കിട്ടിയതുകൊണ്ട് ഒരു ചായ ആദ്യം തന്നെ കടുപ്പത്തിലങ്ങ് പോട്ടേന്ന് വിചാരിച്ചു. അപ്പം ചായയൊക്കെ ഇട്ട് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് സെറ്റാവുമല്ലോ. എനിക്ക് തലവേദന വന്നാൽ ചായ കിട്ടിയാലേ പറ്റുള്ളൂ കേട്ടോ. എനിക്കൊരു 4 മണിയൊക്കെ ആകുമ്പോൾ ചായ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര തലവേദനയാണ്. പിന്നെ അതൊന്നിലും അടുത്ത ചായ നല്ല കടുപ്പത്തിൽ കുടിക്കണം, അല്ലെങ്കിൽ നല്ലതുപോലെ തല കുളിക്കണം. അതിലും പോയില്ലെങ്കിൽ കിടന്നുറങ്ങിയാലേ അത് മാറത്തുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു റിസ്ക് എടുക്കേണ്ട, ആദ്യമേ തന്നെ ചായ കുടിക്കാം. അതിനുശേഷം ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു കേട്ടോ. ഞങ്ങൾ വരുന്ന വഴിക്ക് ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കണമെന്ന്. അവനത് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്കത് എളുപ്പമായി. ഇല്ലായിരുന്നെങ്കിൽ പിന്നെ അത് ഒന്ന് സെറ്റായി വരാൻ ഇനിയും ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നേനെ. അങ്ങനെ ഞാൻ ഫ്രൈ ഒക്കെ ചെയ്തു. അതിനുശേഷം ഹസ്ബൻഡ് വന്ന് ചപ്പാത്തി ചുടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. അതിൻ്റെ കൂട്ടം ചിക്കൻ ഫ്രൈയും കൂടി മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് സഹായിച്ചെന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാത്രിത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു.
ഡേ മൊത്തം നല്ല പോളിംഗ് ആയിരുന്നെങ്കിലും ചിക്കൻ്റെ മണം വരുമ്പം എനിക്കറിയില്ല എവിടുന്നോ വിശപ്പൊക്കെ ഇരച്ച് കയറി. പിന്നെ ഒട്ടും വൈകിച്ചില്ല, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അന്നത്തെ രാത്രി വൈൻഡപ്പ് ചെയ്ത് കേട്ടോ. ഇത് നെക്സ്റ്റ് സൺഡേ മോർണിംഗ് ആണ്. ഞങ്ങൾ രാവിലെ കടമ്പ്രയാറിൽ സൺറൈസ് കാണാൻ പോവാണ് കേട്ടോ. എനിക്ക് പൊതുവേ രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഹസ്ബൻഡ് ഇങ്ങനെ വിളിച്ചു, ഞാൻ നാളെ രാവിലെ പോകും, ഞാൻ 2 തവണ വിളിക്കും, അതിൽ എഴുന്നേറ്റാൽ കൊണ്ടുപോകും, എഴുന്നേറ്റില്ലെങ്കിൽ നീ ഇവിടെ കിടക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ രാവിലെ ഞാൻ അലാറമൊക്കെ വെച്ചിട്ട് എന്തായാലും പോയി കാണുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആറ്റിറ്റ്യൂഡിലിരിക്കണം കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പം വേണ്ട ഉറങ്ങിയാലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇവൻ പോയി ഈ വിഷ്വൽസൊക്കെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് റിഗ്രറ്റ് ആവും, എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്ന്. അപ്പം അത് പറ്റത്തില്ല എന്ന് വിചാരിച്ച് ചാടി എഴുന്നേറ്റ് കേട്ടോ. പക്ഷേ വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്തായിരുന്നു. നല്ല അടിപൊളി സൺറൈസ് ആയിരുന്നു കേട്ടോ. ആ മഞ്ഞും പക്ഷികളുടെ സൗണ്ടും എനിക്കിങ്ങനെ കലാപരമായി വർണ്ണിക്കാനൊന്നും അറിയില്ല, എന്നാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ആ സൺറൈസൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ നേരെ ഫേമസ് ആയിട്ടുള്ളൊരു മട്ടൻ കടയുണ്ട് കേട്ടോ, അങ്ങോട്ട് പോയാലോ എന്ന്. പക്ഷെ ഞാൻ മട്ടൺ ഫാനല്ല, ഞാൻ ചിക്കൻ മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഓക്കെ, അവിടെ ചിക്കൻ കിട്ടുമല്ലോ, അവിടെ തന്നെ അങ്ങ് പൊക്കളെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങി കേട്ടോ. പൊറോട്ട വാങ്ങി, ചിക്കൻ റോസ്റ്റ് വാങ്ങി, ബീഫ് റോസ്റ്റ് വാങ്ങി, മട്ടൻ കറി വാങ്ങി, മിക്സഡ് ആയിരുന്നു. പക്ഷേ ഞാൻ പൊറോട്ടയും ചിക്കൻ കറി കേട്ടോ കഴിച്ചത്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ മുന്നത്തെ ഒരു വ്ളോഗ് ഇങ്ങനെ TV-യിലിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഒന്ന് മഴ തോഴുമ്പോൾ കുളിച്ചൊരുങ്ങി ചോറ്റാനിക്കര പോവാണ്. എനിക്ക് ചോറ്റാനിക്കര പോകാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അന്നത്തെ ദിവസം അതും സാധിച്ചു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അമ്പലത്തിൻ്റെ ആംബിയൻസൊക്കെ. അങ്ങനെ അകത്തേക്കുള്ള പട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ നേരെ അമ്പലത്തിലോട്ട് പോയി. എന്തൊരു വൈബാണ്, ടെമ്പിൾ വൈബ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഒരു സാമ്പ്രാണിത്തിരിയുടെ മണവും പൂക്കളുടെ മണവും ആ മണിയടിയൊക്കെ ആകുമ്പം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കൂട്ടത്തിൽ ഈ കുട്ടി കളിക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഒപ്പിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതേപോലെ തന്നെ ഡാൻസ് കളിക്കാൻ വേണ്ടിയൊക്കെ കുട്ടികൾ ഒരുങ്ങി പോകുമ്പോൾ ഞാൻ പണ്ട് ഇതേപോലെ അമ്പലത്തിലൊക്കെ ഡാൻസ് കളിക്കാൻ പോയൊക്കെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴത്തെ നടയിലും കൂടി പോവാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, തൊഴുതിറങ്ങിയപ്പോഴും ഒരു മനസ്സമാധാനം. പക്ഷെ മൊത്തത്തിൽ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇതൊക്കെ തൊഴുതിറങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.